യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് കോപ്പിറൈറ്റ്. യൂട്യൂബ് വീഡിയോയ്ക്ക് നേരെ എഴുതി കാണിക്കുന്ന കോപ്പിറൈറ്റ് എന്നുള്ളത് എന്താണ്, അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ചാനലുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഇപ്പോൾ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എല്ലാം ഓരോ പ്രോഗ്രാമുകളാക്കി നമ്മൾ മാറ്റാനും പോവുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്ലേ ലിസ്റ്റ് ആയിരിക്കും. യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള പ്ലേ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വളരെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേരിന് നേരെ തന്നെ, യൂട്യൂബ് ഹെഡിങ്ങിന് നേരെ തന്നെ ടൈറ്റിൽ, വീഡിയോയുടെ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ്, അത് നമ്മുടെ സ്മാർട്ട് ഫോണുകളെ കുറിച്ച് മാത്രമുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത്. അതുപോലെ തന്നെ ഡോക്ടർ ടെക് എന്ന് എഴുതിയിട്ട് ഒരു ടൈറ്റിലുള്ള വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുകയാണെങ്കിൽ, നിങ്ങളൊരു സർവീസർ ആണെങ്കിൽ, കമ്പ്യൂട്ടർ മൊബൈൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് നമ്മൾ സർവീസർക്ക് മാത്രമുള്ള, സർവീസ് ചെയ്യുന്നവർക്ക്, മൊബൈൽ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്നവർക്ക് മാത്രമുള്ള ടിപ്സ് ആണ്. എങ്ങനെയെല്ലാം സർവീസ് ചെയ്യാം, പല കംപ്ലൈൻറ്റുകൾ വന്നാലും ചിലപ്പോൾ സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതെല്ലാം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമായിരിക്കും അതിലൂടെ പറയാം. സർവീസുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ നേരാക്കാം, ഓരോ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഏത് ഭാഗത്തിനായിരിക്കും കംപ്ലൈന്റ് വന്നിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതിനകത്ത്. അപ്പോൾ നിങ്ങൾ അത്തരം വീഡിയോകൾ വന്നു കഴിഞ്ഞാൽ, ഡോക്ടർ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണണം എന്നില്ല, മറ്റുള്ളവർക്ക്, അതായത് സർവീസുമായി ബന്ധമില്ലാത്തവർക്ക് കാണണം എന്നില്ല. അല്ല, നിങ്ങൾക്ക് നോളജ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ, അതുപോലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട നല്ല നല്ല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ വാട്സാപ്പ് നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ അബൌട്ട് ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ കിട്ടും. നിങ്ങൾക്ക് വാട്സാപ്പിൽ വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ അതിന് മറുപടി, റിപ്ലൈ കിട്ടാൻ കുറച്ച് വൈകും. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം 10, 50, 60 പുതിയ ആളുകൾ ചോദിക്കുന്നുണ്ട്, പുതിയ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി എനിക്ക് ഒരുമിച്ച് റിപ്ലൈ തരാൻ സാധിക്കില്ല. അപ്പോൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും കൂടുതലായി വരുന്ന ക്വസ്റ്റ്യനുകൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് വീഡിയോ കോപ്പിറൈറ്റ്? അതായത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്, അല്ലെങ്കിൽ ഒരു സോങ്, ഒരു ഇമേജ്, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്താൽ അത് കോപ്പിറൈറ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ നിർമ്മിച്ച ഒരു വീഡിയോ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ അത് എനിക്ക് സ്വന്തമാണ്, ഞാൻ നിർമ്മിച്ചാണ്, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിലൂടെ മോണിറ്റൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്, അതിനെയാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ വലിയ സിനിമ, 2-2.5 മണിക്കൂറുള്ള സിനിമയുടെ ഇടയിലെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിലെ പാട്ട് മാത്രം കട്ട് ചെയ്തിട്ടാൽ കോപ്പിറൈറ്റ് പ്രോബ്ലം വരുമോ? അതായത് നിങ്ങളിപ്പോൾ സിനിമയുടെ 1 മിനിറ്റുള്ള ഒരു ഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ ആ 1 മിനിറ്റുള്ള വോയിസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം നിങ്ങൾ എടുത്താലും ആ 1 മിനിറ്റുള്ള മ്യൂസിക് മറ്റൊരാൾ ഉണ്ടാക്കിയതാണ്, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ്, അതിന് വേറൊരു ഉടമസ്ഥനുണ്ട്. അപ്പോൾ അത് കോപ്പിറൈറ്റ് ആണ്. അതിനിപ്പോൾ 1 മിനിറ്റ് അല്ല, 50 മിനിറ്റ് ആയാലും അത് കോപ്പിറൈറ്റ് ആണ്. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അത് കോപ്പിറൈറ്റ് ആണ്. അപ്പോൾ അത് സോങ് ആയാലും ശരി, ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്തത്, പക്ഷെ അത് ബാക്ക്ഗ്രൗണ്ടിലായി ഇട്ടിരിക്കുന്ന മ്യൂസിക്, അത് വരെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ആയിട്ട് വരും. എനിക്ക് വാട്സാപ്പിനകത്ത് വന്നൊരു ചോദ്യമാണ്, ഒരു സുഹൃത്ത് ചോദിച്ചതാണ്. അയാളുടെ വീഡിയോയ്ക്ക് നേരെ കോപ്പിറൈറ്റ് എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ ആഡ് ചെയ്യരുത്, അത് കോപ്പിറൈറ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ തിരിച്ചയച്ചു, ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത വീഡിയോ ആണ്, അത് കോപ്പിറൈറ്റ് എന്ന് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, നിങ്ങൾ എന്താ നിങ്ങളുടെ ഫോണിൽ എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ കോളേജ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കോളേജിൽ എന്താ ഫംഗ്ഷൻ? ഡാൻസ് പ്രോഗ്രാം ആണോ, സോങ് ആണെന്ന് ചോദിച്ചപ്പോൾ അതെ, ഒരാൾ കളിക്കുന്ന ഡാൻസ് ആണ്. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഞാൻ പറഞ്ഞത് അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒരു സിനിമ പാട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്. ആ സിനിമ പാട്ടിനനുസരിച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ടാണ് അവിടെ കോപ്പിറൈറ്റ് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അയാളുടെ ഫോണിലെടുത്ത് അയാളുടെ കോളേജിൽ നടന്ന ഫംഗ്ഷൻ, അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് വരെ യൂട്യൂബ് കോപ്പിറൈറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഇങ്ങനെ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്യുമ്പോഴടക്കം നിങ്ങൾ സൂക്ഷിക്കുക. ഇതൊന്നും അയാളൊന്നും കട്ട് പോലും ചെയ്തിട്ടില്ല, അയാളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോൾ യൂട്യൂബ് കോപ്പിറൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കോപ്പിറൈറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക.
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബ് കോപ്പിറൈറ്റ് കൊണ്ടുണ്ടാവുന്ന നമുക്ക് ചാനലിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ വീഡിയോയ്ക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ വരും. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങളുടെ ചാനലിന് വലിയ പ്രശ്നമൊന്നുമില്ല. ആ വീഡിയോയുടെ ഒറിജിനൽ ഉടമസ്ഥന്റെ ഡീറ്റെയിൽ അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. അവർ പെർമിഷൻ തന്നാൽ മാത്രമേ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മോണിറ്റൈസ് ചെയ്താലും നിങ്ങളുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ടാവും. പക്ഷേ ആ ക്യാഷ് മൊത്തം ആ വീഡിയോന്റെ ഒറിജിനൽ മുതലാളിക്കായിരിക്കും, ഓണറിനായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിലായിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ മെയിൽ അയക്കുമെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞ മെയിൽ അയക്കുമെങ്കിലും നിങ്ങൾ ഇത് തുടർന്നാൽ ഒരു 6, 7, 8 കോപ്പിറൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ 6 മാസത്തേക്ക് നിങ്ങളുടെ ചാനൽ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങളുടെ ആഡ്സെൻസ് തന്നെ ക്ലോസ് ചെയ്യും. നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആവും. നിങ്ങളുടെ പേരിലോ ആ ഇമെയിൽ ID ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ആഡ്സെൻസ്, യൂട്യൂബിനകത്ത് ആഡ്സെൻസ് കിട്ടാത്ത രീതിയിലാവും. യൂട്യൂബ് ആഡ്സെൻസ് തന്നെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യും, നിങ്ങളുടെ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ വേറെ കുറച്ച് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വാട്സാപ്പിലൂടെ പറഞ്ഞപ്പോൾ, ഒരുപാട് സിനിമകൾ അല്ലെ, ഒരു സിനിമ തന്നെ 3-4 പേര് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവർ അതിനുള്ള എഗ്രിമെന്റ് വെച്ച് ആ സിനിമ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഒഫീഷ്യൽ ആയിട്ടുണ്ട്. പുതിയ സിനിമകളുടെ കാര്യമല്ല പറയുന്നത്, പഴയ സിനിമകൾ അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ സിനിമകൾ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. പല വെബ്സൈറ്റുകളിൽ നിന്നും പുതിയ പടങ്ങൾ, ഇപ്പോൾ റിലീസായ സിനിമകൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നവർ. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അത് നിയമവിരുദ്ധമാണ്. ഒന്ന്, നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ആ സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ പൈസ വരെ നിങ്ങളിൽ നിന്ന് ഈടാക്കാൻ പറ്റും കോപ്പിറൈറ്റ് പ്രോബ്ലം കൊണ്ട്. അവർ യൂട്യൂബിനകത്തോ മീഡിയകളിലോ റിലീസ് ചെയ്യാൻ അനുവാദം കൊടുക്കാത്ത ഒരു കാര്യം നിങ്ങൾ കട്ടെടുത്തിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഇടുന്നത്. നിങ്ങളുടെ മേലെ ആക്ഷൻ എടുക്കാനും ആ സിനിമ അല്ലെങ്കിൽ അത് എന്തൊരു വീഡിയോ, എന്തൊരു കാര്യമായിക്കോട്ടെ, അത് നിർമ്മിക്കാൻ ആവശ്യമായ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഒരുപാട് ചാനലുകൾ കാണാൻ, അങ്ങനെ പുതിയ സിനിമകൾ വരുന്നത്. അവരുടെ ചാനൽ നിങ്ങൾക്ക് ആ വീഡിയോന്റെ URL നിങ്ങൾ സേവ് ചെയ്ത്, ലിങ്ക് ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ലിങ്ക് ഒന്ന് വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ എന്നല്ല, ആ ചാനൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ ചാനൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. യൂട്യൂബ് കോപ്പിറൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അതിന് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് പോകും. അതിനകത്ത് യൂട്യൂബ് കോപ്പിറൈറ്റ് എന്താണ്, അതിന്റെ ടേം ആൻഡ് കണ്ടീഷനെ കുറിച്ചെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റിനെ കുറിച്ച് ചെറിയൊരു ധാരണ, എന്താണ് കോപ്പിറൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്കിനകത്ത് SB മീഡിയ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. കൂടുതലും ഫസ്റ്റ് ആയിട്ട് വരുന്നത്, എല്ലാവരുടെ സെർച്ച് ചെയ്താൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.